Hi everyone, welcome to Full Score Biology, your home for scoring full marks in biology, and welcome to today's class. Second part of the exam series. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോം സ്ട്രക്ചർ, ന്യൂക്ലിയോസോം മോഡൽ എക്സെട്ര. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ DNA ആൻഡ് RNA ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സ്ലൈഡിൽ കാണുന്ന പോലെ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൊക്കേഷൻ ഓഫ് DNA or chromosome in a cell. പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. In a cell, we can observe chromosome inside the nucleus. ന്യൂക്ലിയസിലെ നോൺ ഡിവൈഡിങ് സ്റ്റേജിൽ റെറ്റിക്കുലം അല്ലെങ്കിൽ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ക്രോമസോമിനെ കാണുന്നത്. ആ സമയത്ത് നമ്മളതിനെ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഡിവൈഡിങ് സമയത്ത് ദിസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം വിൽ അണ്ടർഗോ കണ്ടൻസേഷൻ ആൻഡ് തിക്കനിങ് ടു ഫോം ദി ക്രോമസോംസ്. ആക്ച്വലി ഡിവൈഡിങ് ഫേസിൽ മാത്രമാണ് നമുക്ക് ക്രോമസോമിനെ കാണാൻ കഴിയുന്നത്. അല്ലാത്ത സമയത്ത് അത് ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നോക്കാം. വാട്ട് ആർ ക്രോമസോംസ്? ക്രോമസോംസ് എന്താണ്? ക്രോമസോംസ് ആർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സെൽസ് made up of DNA and proteins which carry genetic information. ക്രോമസോംസ് എന്ന് പറയുന്നത് ഡിവൈഡിങ് ഫേസിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുള്ളൂ. ന്യൂക്ലിയസിനകത്താണ് ക്രോമസോംസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ക്രോമസോംസിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻസ്. DNAയുടെ സ്ട്രക്ചറും സ്പെഷ്യാലിറ്റീസും നമ്മൾ ഫസ്റ്റ് സീരീസിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. DNA കൂടെ പ്രോട്ടീൻസും കൂടെ ചേർത്താണ് ക്രോമസോംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ക്രോമസോംസിൻ്റെ ഫങ്ഷൻ? ദേ ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ. ഒരു ഓർഗാനിസത്തിൻ്റെ ജീൻസിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ക്രോമസോംസിൻ്റെ ലൊക്കേഷൻ ന്യൂക്ലിയസ് ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഒരു ക്രോമസോമിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ? ക്രോമസോംസ് ആർ റോഡ് ഷേപ്ഡ് ഓർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് and they are visible only during cell division. ക്രോമസോമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് DNA ആൻഡ് പ്രോട്ടീൻസ്, എസ്പെഷ്യലി പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ്. DNAയിൽ ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ബേസിക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ക്രോമസോംസ് കോൾഡ് ദ ഹെറിഡിറ്ററി വെഹിക്കിൾസ്? എന്തുകൊണ്ടാണ് ക്രോമസോംസിനെ നമ്മൾ ഹെറിഡിറ്ററി വെഹിക്കിൾസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ ക്യാരി ജീൻസ് ദാറ്റ് ട്രാൻസ്ഫർ ട്രേറ്റ്സ് ഫ്രം പാരൻസ് ടു ഓസ്പ്രിങ്. നമുക്കറിയാം മിക്ക ക്യാരക്ടേഴ്സും പാരൻസിൽ നിന്ന് അതേപോലെ തന്നെ യങ് വൺസിന് കിട്ടുന്നുണ്ട്. ഇതിന് കാരണമായിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ക്രോമസോമിനകത്തെ DNA ജീൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോമസോംസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ പാരൻസിൽ നിന്നും യങ് വൺസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രോമസോംസിനെ ഹെറിഡിറ്ററി വെഹിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഹൂ ഡിസ്കവേർഡ് ക്രോമസോംസ്? വോൾട്ടർ ഫ്ലെമിംഗ്, ആൻഡ് ഹി ഫസ്റ്റ് ഒബ്സർവ്ഡ് ക്രോമസോംസ് ഇൻ ഡിവൈഡിങ് സെൽസ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേരുകൾ കുറേ എണ്ണം പഠിക്കാനുണ്ട്. അതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക, മാറിപ്പോവരുത്. ഹൗ മെനി ക്രോമസോംസ് ആർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ സെൽസ്? ടോട്ടൽ വി ഹാവ് 46 ക്രോമസോംസ് ഓർ 23 പെയേഴ്സ്. ക്രോമസോംസ് എല്ലാം തന്നെ പെയേഴ്സ് ആയിട്ടാണ് കാണുക. ക്രോമസോംസും അതേപോലെ ജീൻസും എല്ലാം ഇപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഓരോ സെല്ലിലും 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു ഫുൾ സെറ്റ് ക്രോമസോംസിനെ നമ്മൾ ഡിപ്ലോയിഡ് ക്രോമസോംസ് സെറ്റ് എന്നാണ് വിളിക്കുക, ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഡിപ്ലോയിഡ് നമ്പറാണ് 46 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സെൽസിലും 46 ക്രോമസോംസ് ഉണ്ടാവുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ബോഡിയിൽ ഗ്യാമീറ്റ്സിൽ, അതായത് ഹ്യൂമൻ സെക്സ് സെൽസിൽ പകുതി ക്രോമസോം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ടോട്ടൽ 46 ക്രോമസോംസ് ആയതുകൊണ്ട് 23 ക്രോമസോംസ് മാത്രമേ നമുക്ക് നമ്മുടെ ഗ്യാമീറ്റ്സിൽ അല്ലെങ്കിൽ സെക്സ് സെൽസിൽ കാണാൻ പറ്റുള്ളൂ. ഈ ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോം നമ്പറിനെ നമ്മൾ ഹാപ്ലോയിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോർമൽ സെല്ലിൽ ഡിപ്ലോയിഡ് ക്രോമസോം സെറ്റും ഗ്യാമീറ്റ്സിൽ അല്ലെങ്കിൽ സെക്സ് സെൽസിൽ ഹാപ്ലോയിഡ് ക്രോമസോം സെറ്റുമായിട്ടാണ് കാണുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ കാണുന്ന 2 സെറ്റ് ക്രോമസോംസ് ആണ് ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്. ഓട്ടോസോംസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ബോഡി സെൽസിൽ കാണപ്പെടുന്ന ക്രോമസോംസ് ആണ്. സെക്സ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ
ഒരു ഇൻഡിവിജ്വൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഓട്ടോസോംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 22 പെയേഴ്സാണ്. ദേ ആർ കോമൺ ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസിലും ഫീമെയിൽസിലും ഓട്ടോസോംസ് സെയിം ആയിരിക്കും. പക്ഷേ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും മെയിൽസിലും ഫീമെയിൽസിലും കാണപ്പെടുന്നത്. മെയിൽസിലാണെങ്കിൽ നിങ്ങൾക്ക് 22 ഓട്ടോസോംസും അതിൻ്റെ കൂടെ എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം സെക്സ് ക്രോമസോമായിട്ട് കാണാൻ പറ്റും. അതായത് 22 ഓട്ടോസോംസ് പ്ലസ് 1 എക്സ് ക്രോമസോം ആൻഡ് 1 വൈ ക്രോമസോം. ഫീമെയിൽസിലാണെങ്കിൽ 22 ഓട്ടോസോംസും അതിൻ്റെ കൂടെ 1 പെയർ ഓഫ് എക്സ് ക്രോമസോംസുമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൽസിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? 22A പ്ലസ് XY എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഫീമെയിൽസിനെ ആണെങ്കിൽ 22A പ്ലസ് XX എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ. ഇതിനെയാണ് നമ്മുടെ കാരിയോടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. 2 തരത്തിലുള്ള ക്രോമസോംസിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം, ഓട്ടോസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്. ഇനി നമുക്ക് ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചർ നോക്കാം. എവറി ക്രോമസോം കൺസിസ്റ്റ് ഓഫ് 2 ക്രൊമാറ്റിഡ്സ് ജോയിൻഡ് അറ്റ് എ സെൻട്രോമിയർ. ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ക്രോമസോംസിൻ്റെ ആംസാണ്. ക്രോമസോംസിൻ്റെ ആംസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സെൻട്രൽ കൺസ്ട്രിക്ഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈറ്റ്ലി കോയിൽഡ് DNA എറൗണ്ട് പ്രോട്ടീൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു ക്രോമസോമിൻ്റെ കോൺസ്റ്റിറ്റ്വൻസ് എന്ന് പറയുന്നത് DNA-യും അതേപോലെ തന്നെ പ്രോട്ടീൻസുമാണ്. ദെൻ വാട്ട് ആർ ക്രൊമാറ്റിഡ്സ്? ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ദി ആംസ് ഓഫ് ദ ക്രോമസോം. ഒരു ക്രോമസോമിന് നമുക്ക് 2 ഐഡൻറ്റിക്കൽ ക്രൊമാറ്റിഡ്സ് കാണാൻ പറ്റും. അതിനെ നമ്മൾ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഈച്ച് ക്രോമസോം ഹാസ് 2 ക്രൊമാറ്റിഡ്സ് വിച്ച് വി ആർ കോളിംഗ് ആസ് ദി സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇനി എന്താണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കൺസ്ട്രിക്റ്റഡ് റീജിയൻ വേർ ദ 2 ക്രൊമാറ്റിഡ്സ് ആർ ജോയിൻ ടുഗെദർ. 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന കൺസ്ട്രിക്ഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. സോ എവറി ക്രോമസോം ഹാസ് എ പെയർ ഓഫ് ക്രൊമാറ്റിഡ്സ് ആൻഡ് എ സിംഗിൾ സെൻട്രോമിയർ. എന്താണ് ക്രൊമാറ്റിൻ? Chromatin is the thread-like form of DNA present in the nucleus when the cell is not dividing. ഓൾറെഡി പറഞ്ഞു തന്നു, ഡിവൈഡിങ് ഫേസിൽ മാത്രമേ നമുക്ക് ക്രോമസോംസ് വിസിബിൾ ആവുന്നുള്ളൂ. റെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ നോൺ ഡിവൈഡിങ് ഫേസിൽ ക്രോമസോംസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ ക്രൊമാറ്റിൻ ഓർ ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന് വിളിക്കുന്നത്. ഇനി ക്രൊമാറ്റിനും ക്രോമസോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്രൊമാറ്റിൻ ഇസ് യൂഷ്വലി അൺകോയിൽഡ് thread-like form of DNA and it is seen in the resting phase or non-dividing phase. ക്ലിയർ ആയല്ലോ? അൺകോയിൽഡ് ഫോം ആയിരിക്കും, ത്രെഡ് ലൈക്ക് ഫോം ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്കത് മൈക്രോസ്കോപ്പിലൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. ഏത് സമയത്താണ് ക്രൊമാറ്റിൻ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? ഡ്യൂറിങ് ദി നോൺ ഡിവൈഡിങ് ഫേസ്. ഇനി ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടൻസ്ഡ് അല്ലേ, വളരെയധികം തിക്കൻഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ക്രോമസോം. ആൻഡ് ഇറ്റ് ഈസ് വിസിബിൾ ഡ്യൂറിങ് ദി സെൽ ഡിവിഷൻ സ്റ്റേജ്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസിലാണ് നമുക്ക് ക്രോമസോമിനെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ക്രോമസോംസ് ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ? എങ്ങനെയാണ് ക്രോമസോംസ് ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്? ത്രൂ ജീൻസ് ദറ്റ് ആർ സെഗ്മെൻറ്റ്സ് ഓഫ് DNA പ്രസൻറ്റ് ഓൺ ദി ക്രോമസോംസ്. ക്രോമസോംസിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് DNA എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. DNAയും പ്രോട്ടീൻസും ചേർന്നാണ് ക്രോമസോം ഉണ്ടായിട്ടുള്ളത്. ഇനി DNA-യുടെ തന്നെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻസിനെയാണ് നമ്മൾ ജീൻസ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ പാരൻസിൽ നിന്നും യങ് വൺസിലേക്ക് പാസ് ചെയ്യുന്നത് ഈ ജീൻസാണ്. ജീൻസാണ് ആക്ച്വലി നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 46 ക്രോമസോംസ് ആണ്. അതിൽ തന്നെ 22 പെയേഴ്സ് ഓട്ടോസോംസും 1 പെയർ സെക്സ് ക്രോമസോംസുമായിട്ടാണ് കാണുന്നത്. ഇനി ഓട്ടോസോംസും സെക്സ് ക്രോമസോംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓട്ടോസോംസ് ആർ ദി ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ദി ജനറൽ ബോഡി ട്രെയ്റ്റ്സ്. അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ആണ് ഓട്ടോസോംസ്. ആൻഡ് ദേ ആർ സിമിലർ ഇൻ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോംസ് ആണ്. ഒരു ഓർഗാനിസം മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. മെയിൽസിൽ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും, ഫീമെയിൽസിലാണെങ്കിൽ പെയർ ഓഫ് എക്സ് ക്രോമസോമാണ് സെക്സ് ക്രോമസോമായിട്ട് കാണുന്നത്. ഇനി
മെയിൽസിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീനാണ് SRY ജീൻ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദ എംബ്രിയോ. ടെസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്കറിയാം മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ജീനാണ് SRY ജീൻ ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി Y ക്രോമസോം. അതുകൊണ്ടാണ് Y ക്രോമസോം ഉള്ള ഇൻഡിവിജ്വൽസ് എല്ലാം തന്നെ മെയിലായിട്ട് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു ഗാമീറ്റ്സ് ഹാവ് ഓൺലി ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോം? നമ്മുടെ ഒരു നോർമൽ സെല്ല് നമ്മൾ പഠിച്ചു ഒരു ഫുൾ സെറ്റ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സെറ്റ് ക്രോമസോം ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഗാമീറ്റിൽ പകുതി ക്രോമസോം മാത്രം കാണുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ക്രോമസോംസ് നമ്പർ ഗാമീറ്റ്സിൽ ഫുള്ളാണെങ്കിൽ, അതായത് ഫുൾ സെറ്റ് ക്രോമസോംസ് ഗാമീറ്റ്സിലുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്ത് നോക്കൂ, സൈഗോട്ട് ഫോം ചെയ്യുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സമയത്ത് ഓൾറെഡി 46 ക്രോമസോമാണ് ഗാമീറ്റ്സിലുള്ളതെങ്കിൽ 46 + 46 ചേർന്ന് കഴിഞ്ഞാൽ എത്രയാവും? 92 ആവും അല്ലേ? 92 എന്ന് പറയുന്ന ക്രോമസോം നമ്പർ ഉള്ളത് ഒരിക്കലും ഒരു ഹ്യൂമൻ ആവില്ല. ഇറ്റ് ഈസ് ഹാവിങ് അനദർ സ്പീഷീസ് അല്ലേ? അത് വേറൊരു സ്പീഷീസ് ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗാമീറ്റ്സിലെ ക്രോമസോം നമ്പർ ഹാഫ് ആയെങ്കിൽ മാത്രമേ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് 46 എന്നുള്ള ക്രോമസോം നമ്പർ വരുള്ളൂ. 46 എന്ന് പറയുന്ന സൈഗോട്ടിൽ നിന്ന് മാത്രമേ ഹ്യൂമൻസിന് എറൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓരോ സ്പീഷീസിൻ്റെയും ക്രോമസോം നമ്പർ കോൺസ്റ്റൻ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഗ്യാമീറ്റ്സിൽ എല്ലായ്പ്പോഴും ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രം കാണുന്നത്. നമുക്കറിയാം ഗ്യാമീറ്റ്സിൽ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് കൊണ്ടാണ് ക്രോമസോം നമ്പർ ഇങ്ങനെ ഹാഫായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് സെക്സ് സെൽസ് ഹാഡ് ഫുൾ ക്രോമസോം നമ്പർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്യാമീറ്റ്സിൽ അല്ലെങ്കിൽ സെക്സ് സെൽസിൽ ഫുൾ ക്രോമസോം നമ്പർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? സൈഗോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡബിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് വരും. അതായത് 46 + 46 അതായത് 92 ക്രോമസോംസ് വരും അല്ലേ? അത് പലതരത്തിലുള്ള അബ്നോർമാലിറ്റീസും ഉണ്ടാവാനായിട്ട് കാരണമാവും. കാരണം ഹ്യൂമൻസിൻ്റെ കോൺസ്റ്റൻറ്റ് ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അതുകൊണ്ടാണ് ഗ്യാമീറ്റ്സിൽ എപ്പോഴും ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോം നമ്പർ കാണുന്നത്. അതിന് കാരണം ഗ്യാമീറ്റ് ഫോർമേഷൻ സമയത്ത് നടക്കുന്ന മിയോട്ടിക് ഡിവിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഹോമലോഗസ് ക്രോമസോംസ്? Homologous chromosomes are pairs of chromosomes that have the same size and shape, contain the same genes at the same locations, and one comes from the mother and the other from the father. നമുക്ക് കിട്ടുന്ന 23 pairs of chromosomes ഓരോ പെയറും ഹോമലോഗസ് ക്രോമസോംസ് ആണ്. ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? സെയിം സൈസ് ആയിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരേ ലൊക്കേഷനിൽ സെയിം ജീനിനെ ആയിരിക്കും അവർ ക്യാരി ചെയ്യുന്നുണ്ടാവുക. ജീൻസ് നിൽക്കുന്ന പൊസിഷനെ നമ്മൾ ലോക്കസ് എന്നാണ് വിളിക്കുന്നത്. ഹോമലോഗസ് ക്രോമസോംസ് നമ്മൾ നോക്കുമ്പോൾ ഒരേ ജീൻ കാണപ്പെടുന്നത് ഹോമലോഗസ് ക്രോമസോംസിൻ്റെ സെയിം ലൊക്കേഷൻസിലായിരിക്കും. അതേപോലെ എങ്ങനെയാണ് നമുക്ക് ഒരു പെയർ ഹോമലോഗസ് ക്രോമസോംസ് കിട്ടുന്നത്? വൺ ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ മദർ ആൻഡ് ദ സെക്കൻഡ് വൺ ഫ്രം ദി ഫാദർ. പെയറിലെ ഒരെണ്ണം നമുക്ക് ഫാദറിൻ്റെ ബോഡിയിൽ നിന്നും അടുത്തത് നമ്മുടെ മദറിൻ്റെ ബോഡിയിൽ നിന്നുമാണ് കിട്ടുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? ത്രൂ ദി ഗാമീറ്റ്സ്. ഇനി എന്താണ് സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സൊമാറ്റിക് ക്രോമസോംസിനെ നമ്മൾ ഓട്ടോസോംസ് എന്നും കൂടെ വിളിക്കും. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കോമൺ ബോഡി ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസാണ് സൊമാറ്റിക് ക്രോമസോംസ്. അതായത് സെക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഈ ക്രോമസോംസ് നമ്മുടെ ഏതൊക്കെ ട്രീറ്റ്സിനെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? ഹൈറ്റ്, ഐ കളർ, ബ്ലഡ് ഗ്രൂപ്പ് എക്സെട്ര. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ജീൻ? ജീൻ എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ടേമാണ് അല്ലേ? ജീൻ ഇസ് ആക്ച്വലി ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദി ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു യങ് വൺസ്. അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റാണ് ജീൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു ജീനിനെ തിരിച്ചറിയാൻ പറ്റുക? ഇറ്റ് ഇസ് എ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് DNA ദാറ്റ് കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ ഓർ കൺട്രോൾസ് എ സ്പെസിഫിക് ട്രേറ്റ്. DNA ഏറ്റവും ചെറിയ സെഗ്മെൻറ്റ്, അതിന് എന്ത് കഴിവ് വേണം? ഒരു പെർട്ടിക്കുലർ പ്രോട്ടീനെ കോഡ് ചെയ്യാനുള്ള കഴിവ് വേണം. അതേപോലെ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേണം. അങ്ങനെയുള്ള സ്മോളസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ഓഫ് DNAക്കാണ് നമ്മളൊരു ജീൻ എന്ന് വിളിക്കുന്നത്. Now let's see what are alleles.
ജീൻസ് എന്നും അല്ലീൽസ് എന്നും നമ്മൾ പറയാറുണ്ട്. രണ്ടും തമ്മിൽ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, എന്നാലും അതൊരു യുണീക്ക് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് വാട്ട് ആർ അല്ലീൽസ് എന്നും വാട്ട് ആർ ജീൻസ് എന്നും വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. ജീൻസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചു. ദെൻ അല്ലീൽസ് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ എന്ന് പറയുന്നത് DNA-യുടെ ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് ആണ്. ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സെയിം ജീൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലീൽസ്. എക്സാമ്പിൾ, ജീൻ ഫോർ ഐ കളർ മേ ഹാവ് ബ്രൗൺ ഓർ ബ്ലൂ ആസ് അല്ലീൽസ്. നമ്മുടെ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ 2 അല്ലീൽസാണ്. ഒന്ന് ബ്ലൂ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അല്ലീലും അടുത്തത് ബ്രൗൺ കളറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീലും. മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. സ്റ്റെം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള 2 അല്ലീൽസാണ്. ഒന്ന് ടാൾ എന്ന് പറയുന്ന അല്ലീലും അടുത്തത് ഡ്വാർഫ് എന്ന് പറയുന്ന അല്ലീലും, അല്ലേ? ടാൾ എന്ന് പറയുന്നത് ഡോമിനൻ്റ് അല്ലീലാണ്, ഡ്വാർഫ് എന്ന് പറയുന്നത് റെസസീവ് അല്ലീലാണ്. അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സെയിം ജീനിൻ്റെ തന്നെ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ അല്ലീൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പാക്കേജിങ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്താണ് കാണുന്നത്. സെല്ല് എന്ന് പറയുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ചെറുതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പഠിച്ചു DNA ഈസ് എ ലോങ് മോളിക്യൂൾ, അല്ലേ? എങ്ങനെയാണ് അപ്പോൾ ഇത്രയും ലോങ് മോളിക്യൂൾ ആയിട്ടുള്ള DNA ഇത്രയും ചെറിയ ന്യൂക്ലിയസിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനറ്റിക് മെറ്റീരിയലിൻ്റെ പാക്കേജിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡലാണ് ന്യൂക്ലിയോസോം മോഡൽ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടു ഫിറ്റ് ദ ലോങ് DNA ഇൻസൈഡ് ദ സ്മോൾ ന്യൂക്ലിയസ് ഇറ്റ് മസ്റ്റ് ബി പാക്ഡ് കോമ്പാക്ട്ലി, ഇസ്ൻ്റ് ഇറ്റ്? അതായത് DNA എന്ന് പറയുന്നത് ലോങ് മോളിക്യൂളാണ്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലോങ് മോളിക്യൂളായിട്ടുള്ള DNA ന്യൂക്ലിയസിനകത്ത് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ കോമ്പാക്റ്റായിട്ട് മാത്രമേ നമുക്കതിനെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. DNA മോളിക്യൂൾസ് ലോങ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, DNA മോളിക്യൂൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ടൈറ്റായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബേസിക് പ്രോട്ടീൻസ് ഹിസ്റ്റോൺസും കൂടെ ഉണ്ടാവും. സോ വി ആർ ഏബിൾ ടു പാക്ക് ദ DNA വെരി ടൈറ്റ്ലി അലോങ് വിത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ്. അപ്പോൾ ഹിസ്റ്റോൺസും DNA-യും ഒന്നിച്ചാണ് ന്യൂക്ലിയോസോമിൽ കാണുന്നത്. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് DNA wrapped around histone proteins is called a nucleosome. നമുക്കിവിടെ കാണാം പിക്ചറിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ട് ഗ്രീനിഷ് കളറിൽ. ദാറ്റ് ഇസ് ദി ഹിസ്റ്റോൺ ഒക്ടാമർ. അതായത് 8 ഹിസ്റ്റോൺ മോളിക്യൂൾസിനെ ചേർത്തിട്ടാണ് ആ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ചുറ്റും ഒരു ത്രെഡ് പോലെ, ഒരു കയർ പോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കിടക്കുന്നതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോണിന് ചുറ്റും ഒരു ചെറിയ ഫ്രാഗ്മെൻറ്റ് DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഒരു ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ ഹിസ്റ്റോൺസിനെ ഒന്നിച്ചൊന്നിച്ചൊന്നിച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ DNA അല്ലെങ്കിൽ നമ്മുടെ ക്രൊമാറ്റിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെഗറ്റീവ് ചാർജുള്ള DNA കോമ്പാക്റ്റായി പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോസിറ്റീവ്ലി ചാർജുള്ള ഹിസ്റ്റോൺസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ DNA ഈസ് പാക്കേജ്ഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ന്യൂക്ലിയോസോം മോഡലാണ്. ന്യൂക്ലിയോസോം എന്താണെന്ന് ചോദിച്ചാൽ ഹിസ്റ്റോൺസും DNA ഫ്രാഗ്മെൻസും ചേർന്നതാണ് ന്യൂക്ലിയോസോംസ്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ന്യൂക്ലിയോസോമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ന്യൂക്ലിയോസോം ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് DNA പാക്കേജിങ് where a segment of DNA is wrapped around a core of histone proteins. ആ ഹിസ്റ്റോൺ കോറിനെയാണ് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഒക്ട എന്ന് പറഞ്ഞാൽ 8 നിങ്ങൾക്കറിയാം, അല്ലേ? 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ചേർന്നാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യുന്നത്. അതാണ് സെൻട്രൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനെ ചുറ്റി ഒരു ചെറിയ പീസ് DNA-യും ഉണ്ടായിരിക്കും. DNA coils around histone proteins forming a bead-like structure called a nucleosome. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്തേ ഒരു ത്രെഡിൽ കുറേ ബീഡ്സ് കോർത്ത പോലെയായിരിക്കും ഇപ്പോൾ ഈ ക്രൊമാറ്റിൻ കാണുന്നത്. അതിലെ ബീഡ് എന്ന് പറയുന്നത് ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറും ത്രെഡ് എന്ന് പറയുന്നത് DNA-യും. These nucleosomes look like beads on a string when seen under an electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിയുമ്പോൾ ഒരു ത്രെഡിൽ ഇങ്ങനെ ബീഡ്സ് കോർത്ത പോലെയാണ് ഈ ന്യൂക്ലിയോസോമിനെ നമുക്ക് കാണാൻ പറ്റുക. ദിസ് സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് പാക്കേജിങ്
ഓഫ് ലോങ് DNA ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് വളരെ ചെറിയ ന്യൂക്ലിയസ് ആയിരുന്നിട്ട് പോലും വളരെ ലോങ് മോളിക്യൂളായിട്ടുള്ള DNA വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പാക്കേജിങ് ഓഫ് DNA എന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ലോങ് മോളിക്യൂളായിട്ടുള്ള DNA ഇത്രയും ചെറിയ ന്യൂക്ലിയസിനകത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ മെയിനായിട്ടും ക്രൊമാറ്റിൻ, ന്യൂക്ലിയോസും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പാർട്സും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്